കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ ബീച്ച് കാണാൻ പോവാണ്. ഞാൻ ലിപ്സ്റ്റിക് കൊടുക്കാത്തതിന് എന്നോട് തെറ്റി നിൽക്കാണ് ജോമോള്. അങ്ങനെ ലാസ്റ്റ് കിൻഡർ ജോയിൽ ഒരു ടോയ് കൊടുത്തോളം സമാധാനപ്പെടുത്തി. ഞാൻ ബീച്ച് പോണത് കടൽ കാണാനോ തിരമാല കാണാനോ ഒന്നല്ല, ഒരേ ഒരു കാര്യത്തിനാണ് ഞാൻ പോണത്. അതെന്താന്നുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. പോകുന്ന വഴിയിൽ മഴ ചെറുതായിട്ട് ചതിക്കോ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവിടെ എത്തിയപ്പോൾ മഴയില്ല. മഴ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ മക്കളെ ഒരു സ്ഥലത്ത് പാർക്കിങ്ങിൽ അത്രയും തിരക്ക് ഓണായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കിന്. അങ്ങനെ ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടി. അപ്പൊ ഞാൻ ബീച്ചിൽ വരുന്നതിന്റെ കാരണം ഇതാണ്. ഇത് കിട്ടാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബീച്ചിൽ വരും. ആകെ വരിക കടുക്ക മസാല തിന്നാ, കടുക്ക സാധാ നിറച്ചത് തിന്നാ, ഉപ്പിലിട്ട് തിന്നാ പോവാ. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ സാധനങ്ങൾ ട്രൈ ചെയ്തു. കുറേ ദിവസങ്ങൾക്ക് ശേഷം പോയതുകൊണ്ട് തന്നെ അവിടെ കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് കടുക്ക മസാല, കടുക്ക നിറച്ചത്, ചെമ്മീൻ്റെ ഒരു വെറൈറ്റി, പിന്നെ ഞണ്ടിൻ്റെ ഒരു വെറൈറ്റി, മാഗി, അങ്ങനെ കുറേ ഐറ്റംസ് ഇന്ന് കഴിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട്. ഈ കടുക്ക മസാല കുറേ ആൾക്കാർക്ക് അത്ര ഇഷ്ടമല്ല, അതിൻ്റെ മസാല നല്ല എരിവാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് 2-3 കിട്ടിയാലൊക്കെ ഞാൻ കഴിക്കും, കാരണം എനിക്ക് അത്രക്കും ഇഷ്ടമാണ്. അങ്ങനെ ഇതൊക്കെ ഒരു മൂലയിൽ ഇരുന്നിട്ട് നൈസായിട്ട് സൈഡാക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാഗി എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല, ബാക്കിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ബീച്ചിൽ വന്നിട്ട് ഉപ്പിലിട്ടത് വാങ്ങാതെ എങ്ങനെ നമ്മൾ പോവാം. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ഇപ്പം പൈനാപ്പിൾ ആയിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ മാങ്ങയാണ് വാങ്ങി, പക്ഷെ ഇപ്പം വന്ന് എനിക്ക് പൈനാപ്പിളിനോട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പൈനാപ്പിൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ ഇത്താത്ത വാങ്ങിയത് മാങ്ങയാണ്. അപ്പം അതിനൊരു ചെറിയ കടിയാവും കടിച്ചിട്ട്. പിന്നെ ഇൻ്റെത് കഴിച്ച് തീർത്തപ്പോൾ പിന്നെ ജുവമ്മോളും ഒക്കെ വേണ്ടായിട്ട് ഓളെ പൈനാപ്പിൾ തന്നും. പിന്നെ ഒന്ന് ഒഴിവാക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് കഴിച്ച്. അപ്പോൾ വരുന്ന വഴിയിൽ ആരോ ഹിപ്നോട്ടിസം ചെയ്ത് മെസ്സിനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴി നമ്മുടെ അവിടെ അടുത്ത് തന്നെ പുതിയതായിട്ട് പെട്രോൾ പമ്പിൽ ഒരു ചിക്കിങ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വാങ്ങി അതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.